Okay, good morning. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് മാക്രോ എക്കണോമിക്സിൻ്റെയും മൈക്രോ എക്കണോമിക്സിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഒന്നിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോയുടെയും മാക്രോയുടെയും ആദ്യത്തെ ഓരോ ചാപ്റ്ററുകളും കഴിഞ്ഞു. ഇനി നമുക്ക് മൈക്രോയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് നോക്കണം, ഹു ഈസ് എ കൺസ്യൂമർ? ആരാണ് ഒരു കൺസ്യൂമർ? കൺസ്യൂമർ ആരാണ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് വാട്ട് ഡു യു മീൻ ബൈ കൺസംഷൻ? ഉപഭോഗം. അപ്പോൾ ഉപഭോക്താവ്, ഉപഭോഗം. ദി യൂസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് പേഴ്സണൽ സർവീസസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ്, ദറ്റ് ഈസ് കൺസംഷൻ. അപ്പോൾ കൺസംഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി യൂസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് പേഴ്സണൽ സർവീസസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ്. നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എക്കണോമിക് ഗുഡ്സും പേഴ്സണൽ സർവീസസും ഉപയോഗപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ. അപ്പോൾ യൂസ് ഓഫ് ആൾ ഗുഡ്സ് ഡി നോട്ട് മീൻ കൺസംഷൻ. നമ്മൾ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നതിനെ കൺസംഷൻ എന്ന് പറയാറില്ല. കൺസംഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എക്കണോമിക് ഗുഡ്സ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. Then what is economic goods? Goods which are scarce when compared to our wants. Therefore, its use we must make payments. Such goods are known as economic goods. What do you mean by economic goods? Goods which are scarce when compared to its wants. നമ്മളുടെ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിമിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് തികയില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സാധനം 10 യൂണിറ്റ് ആവശ്യമായിട്ടുള്ളപ്പോൾ അതിൽ 5 യൂണിറ്റേ ലഭ്യമായിട്ടുള്ളൂ. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഗുഡ്സ് വിച്ച് ആർ സ്കേഴ്സ്. പരിമിതമാണ്. എപ്പോഴാണ് അത് പരിമിതമാകുന്നത്? വെൻ കമ്പയർഡ് ടു അവർ വാണ്ട്സ്, നമ്മളുടെ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. ദെയർഫോർ ഇറ്റ്സ് യൂസ് വി മസ്റ്റ് മേക്ക് എ പേയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, വില കൊടുക്കണം. അപ്പോൾ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം? വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളും വ്യക്തിഗത സേവനങ്ങളും നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ. അപ്പോൾ കൺസംഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി യൂസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് പേഴ്സണൽ സർവീസസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ്. എ പേഴ്സൺ ഹു യൂസ് എ കമോഡിറ്റി ഈസ് കാൾഡ് എ കൺസ്യൂമർ. ഒരു സാധനം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആ സാധനത്തിൻ്റെ കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ കൺസ്യൂമറിൽ തുടങ്ങുന്നു. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു യൂസ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ. ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എക്കണോമിക് ഗുഡ്സും പേഴ്സണൽ സർവീസസും ഉപയോഗപ്പെടുത്തുന്ന കൺസംഷൻ. അത് ചെയ്യുന്ന വ്യക്തിയെ കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ, ഈ കൺസ്യൂമറുടെ പെരുമാറ്റ രീതി ആൻഡ് ഡിമാൻഡ്, സാധനങ്ങളുടെ ഡിമാൻഡ്, ഇത്രയുമാണ് നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ, മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ ഇത് രണ്ടും എല്ലാവർക്കും ഓക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൺസംഷൻ ആൻഡ് കൺസ്യൂമർ. Then, why does we use a product? എന്തുകൊണ്ടാണ് നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നത്? നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ അതിന് കഴിവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നത്. That capacity is known as utility. But the want satisfying capacity of a commodity is called utility. നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു സാധനത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി. സപ്പോസ് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബോർഡിൽ എഴുതണം. അപ്പോൾ ഒരു മാർക്കർ പെൻ അന്നേരം കിട്ടിയാൽ എനിക്കിതിന് യൂട്ടിലിറ്റി ഉണ്ട്.
ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ മാർക്കർ പെൻ കൊണ്ട് എനിക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനെനിക്ക് യൂട്ടിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ യൂട്ടിലിറ്റി മീൻസ് ദി വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി ഈസ് കാൾഡ് യൂട്ടിലിറ്റി. നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു സാധനത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി. ദെൻ ദർ ആർ 3 അപ്രോച്ചസ് റിഗാർഡിംഗ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയെ സംബന്ധിച്ച് 3 അപ്രോച്ചുകളുണ്ട്, 3 സമീപന രീതികളുണ്ട്. ദേ ആർ കാർഡിനൽ അപ്രോച്ച്, ഓർഡിനൽ അപ്രോച്ച് ആൻഡ് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച്. There are 3 approaches regarding utility. They are cardinal approach, ordinal approach and revealed preference approach. First of all, cardinal approach. There are 3 approaches to utility there. First one is cardinal approach. This approach was suggested by Alfred Marshall. ഈ കാർഡിനൽ അപ്രോച്ച് സജസ്റ്റ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അക്കോർഡിംഗ് ടു മാർഷൽ, utility can be precisely measured. That means we can measure the utility from various units of commodity that we consumed. നമ്മളൊരു യൂണിറ്റ് സാധനം ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്ന് എത്ര യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി എന്ന് അളന്ന് പറയാൻ കഴിയും എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ഈ സമീപനത്തെ വിളിക്കുന്ന പേരാണ് കാർഡിനൽ അപ്രോച്ച്. അപ്പോൾ cardinal approach was suggested by Alfred Marshall. According to Marshall, utility can be precisely measured. That means when we consume various units of commodity, we can say how much units of utility can be obtained from each units of consumption. നമ്മൾ കുറേ യൂണിറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ മാർഷലിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ഇത്ര യൂണിറ്റ് യൂട്ടിലിറ്റി, രണ്ടാമത്തേതിൽ നിന്നും ഇത്ര യൂണിറ്റ് യൂട്ടിലിറ്റി, അങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റുകളിൽ നിന്നും നമുക്ക് എത്ര യൂണിറ്റ് യൂട്ടിലിറ്റി ലഭ്യമായി എന്ന് പറയാൻ കഴിയും എന്ന് മാർഷൽ പറഞ്ഞു. ഈ സമീപന രീതിയെ വിളിക്കുന്ന പേരാണ് കാർഡിനൽ അപ്രോച്ച്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരാപ്പിൾ കഴിച്ചു. ഞാൻ ഒരാപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് പറയാൻ കഴിയണം, ഒന്നാമത്തെ ആപ്പിളിൽ നിന്നും എനിക്ക് 10 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമതൊരു ആപ്പിളൂടെ കഴിച്ചു, അതിൽ നിന്ന് എനിക്ക് 8 യൂണിറ്റേ കിട്ടിയുള്ളൂ. മൂന്നാമത് കഴിച്ചപ്പോൾ 6 യൂണിറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റുകളിൽ നിന്നും നമുക്ക് എത്ര യൂണിറ്റ് യൂട്ടിലിറ്റി വീതം കിട്ടി എന്ന് പറയാൻ പ്രിസൈസ്ലി മെഷറബിൾ എന്നാണ്, വ്യക്തമായും പറയാൻ കഴിയും എന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. ഈ സമീപന രീതിയെ വിളിക്കുന്ന പേരാണ് കാർഡിനൽ അപ്രോച്ച്. അപ്പോൾ there are 3 approaches regarding utility. First approach is cardinal approach. This approach was suggested by Alfred Marshall. According to Alfred Marshall, utility can be measurable. Measurable means utility can be precisely measurable. The second approach is ordinal approach. This approach was suggested by J.R. Hicks. രണ്ടാമത്തെ അപ്രോച്ചാണ് ഓർഡിനൽ അപ്രോച്ച്. ഈ അപ്രോച്ച് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് J.R. Hicks ആണ്. According to J.R. Hicks, utility cannot be precisely measured, but it can only be compared or ranked. J.R. Hicks പറയുന്നു, യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ അളന്നു പറയാൻ കഴിയില്ല, സംഖ്യാപരമായ രീതിയിൽ അളന്നു പറയുവാൻ കഴിയില്ല. ഒന്നാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ 5 യൂണിറ്റ് കിട്ടി, രണ്ടാമത്തിൽ നിന്ന് ഇത്ര കിട്ടി, മൂന്നാമത്തിൽ നിന്ന് ഇത്ര യൂണിറ്റ് കിട്ടി, ഈ രീതിയിൽ പറയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് നമുക്ക് എന്തുമാത്രം ചെയ്യാൻ കഴിയും? യൂട്ടിലിറ്റി ക്യാൻ ബി കമ്പയർഡ് ഓർ റാങ്ക്ഡ്. യൂട്ടിലിറ്റി നമുക്ക് താരതമ്യം ചെയ്യാം. ഒന്നാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഇത്ര യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി, രണ്ടാമത്തേത് കഴിച്ചപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ, മൂന്നാമത്തേത് കഴിച്ചപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ. ഇങ്ങനെ താരതമ്യം ചെയ്ത് പറയാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാം. ഒന്നാമത്തേന്ന് എനിക്ക് കൂടുതൽ കിട്ടി, രണ്ടാമത്തേന്ന് എനിക്ക് അതിൻ്റെ അത്രയും കിട്ടിയില്ല. ഈ രീതിയിൽ മാത്രമേ പറയാൻ കഴിയൂ എന്ന് J.R. Hicks പറഞ്ഞു. Utility can be compared or ranked. That's the second approach. And the third approach was suggested by Professor Paul A. Samuelson. This approach is known as revealed preference approach. Revealed preference approach by Paul A. Samuelson. These are the 3 approaches regarding utility. നമ്മൾ കൺസംഷൻ പറഞ്ഞു,
കൺസ്യൂമർ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കൺസ്യൂം ചെയ്യുന്നത്? നമ്മുടെ ഏതെങ്കിലും ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ ആ പ്രോഡക്റ്റിന് കഴിവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി. ഇപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് കാൾഡ് യൂട്ടിലിറ്റി. ഇനി ഈ യൂട്ടിലിറ്റിയെ സംബന്ധിച്ച് 3 അപ്രോച്ചുകളാണുള്ളത്, 3 സമീപന രീതികളാണ് ഉള്ളത്. ഒന്നാമത്തെ കാർഡിനൽ അപ്രോച്ച് ആൽഫ്രഡ് മാർഷലിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞു യൂട്ടിലിറ്റി ക്യാൻ ബി പ്രിസൈസ്ലി മെഷേർഡ്. രണ്ടാമത്തെ അപ്രോച്ച് ജെ.ആർ. ഹിക്സിൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞു യൂട്ടിലിറ്റി കനോട്ട് ബി പ്രിസൈസ്ലി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് ബട്ട് ഇറ്റ് ക്യാൻ ഓൺലി ബി കമ്പയർഡ് ഓർ റാങ്ക്ഡ്. And the third approach was revealed preference approach by Professor Paul A. Samuelson. These are the 3 approaches regarding utility. ഇപ്പോൾ നമ്മൾ കൺസ്യൂമർ പറഞ്ഞു, യൂട്ടിലിറ്റി പറഞ്ഞു, യൂട്ടിലിറ്റിയുടെ 3 അപ്രോച്ച് പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് കൺസംഷൻ ബണ്ടിൽ. കൺസംഷൻ ബണ്ടിൽ. അപ്പം കൺസംഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യൂസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് പേഴ്സണൽ സർവീസസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ്. നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി എക്കണോമിക് ഗുഡ്സോ പേഴ്സണൽ സർവീസസോ ഉപയോഗപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ. ഇനി ബണ്ടിൽ എന്ന് പറയുന്നത് എന്താണ്? കെട്ടുകൾ, ഓരോ അടുക്ക്. അപ്പം കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. സപ്പോസ് എ കൺസ്യൂമർ ഹാസ് എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഇൻകം. Out of this income, he can purchase 2 goods. He can purchase various quantities of these 2 goods based on the prices of these goods. ഒരു കൺസ്യൂമറിൽ ഒരു നിശ്ചിത എമൗണ്ട് പണമുണ്ട് എന്ന് കരുതുക. ആ പണം ഉപയോഗിച്ച് അയാൾ 2 സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ 2 സാധനങ്ങളുടെ വിവിധ അനുപാതത്തിൽ അയാൾക്ക് വാങ്ങിക്കാൻ കഴിയും. വേണമെങ്കിൽ മുഴുവൻ പണവും കൊടുത്ത് ഒരു ഗുഡ് 1 വാങ്ങിക്കാം, അപ്പോൾ ഗുഡ് 2 ഇല്ല. മുഴുവൻ പണവും കൊടുത്ത് ഗുഡ് 2 വാങ്ങിക്കാം, അപ്പോൾ ഗുഡ് 1 ഇല്ല. അപ്പോൾ ഒരു കൺസ്യൂമർ അയാളുടെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് 2 സാധനങ്ങൾ വാങ്ങുമ്പോൾ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ അനുപാതങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. അപ്പോൾ ഇത് കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഔട്ട് ഓഫ് ഹിസ് ഇൻകം ആൻഡ് പ്രൈസസ് ഓഫ് 2 ഗുഡ്സ്. തൻ്റെ ഇൻകവും 2 സാധനങ്ങളുടെ വിലയും അനുസരിച്ച് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ എല്ലാ അനുപാതങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. വാട്ട് ഈസ് കൺസംഷൻ ബണ്ടിൽ? ദി കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് 2 ഗുഡ്സ്. 2 സാധനങ്ങളുടെ വിവിധ അനുപാതങ്ങൾ ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. ഒരു കൺസ്യൂമർക്ക് വാങ്ങുവാൻ കഴിയുന്നത്. എങ്ങനെ, എപ്പോൾ വാങ്ങുവാൻ കഴിയുന്നത്? given his income and prices of 2 goods. അപ്പോൾ ഒരു കൺസ്യൂമർക്ക് അയാളുടെ ഇൻകവും 2 സാധനങ്ങളുടെ വിലയ്ക്കും അനുസരിച്ച് അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന അനുപാതങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. ഇനി അടുത്തത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റാണ്. ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ കടകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണും. ഇരിക്കുന്ന സാധനങ്ങൾ മിക്കവാറും എല്ലാം നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. നമ്മൾ ഈ സാധനങ്ങളെടുത്ത് വളരെ സന്തോഷത്തോടെ നോക്കി വന്നിട്ട് അവസാനം അതിൻ്റെ വിലയിലേക്ക് നോക്കും. വിലയിലേക്ക് നോക്കുമ്പോൾ സാധനം അതുപോലെ ഷെൽഫിൽ വെച്ചിട്ട് നടന്നു പോകും. അപ്പോൾ അടുത്ത് നിന്ന് പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കും, എന്താണ് സാർ അത് വാങ്ങാതെ പോയത്? നമ്മളെന്ത് പറയും? അതെൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങത്തില്ല, അതെൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. അപ്പോൾ ഒരു കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദി ഇൻകം available to a consumer for purchasing goods and services is known as consumer's budget. ഒരു കൺസ്യൂമർക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടി ലഭ്യമായിട്ടുള്ള വരുമാനം, ഇൻകം, അതിനെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. ദ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. ദി ഇൻകം അവൈലബിൾ ടു ദി കൺസ്യൂമർ ഫോർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഒരു കൺസ്യൂമർക്ക് ലഭ്യമായിട്ടുള്ള ഇൻകം, ആ ഇൻകത്തെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺസംഷൻ ബണ്ടിൽ പറഞ്ഞു, ലഭ്യമായ ഇൻകവും 2 സാധനങ്ങളുടെ വിലയും അനുസരിച്ച് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന എല്ലാ അനുപാതങ്ങളും
ആ എല്ലാ അനുപാതങ്ങളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. ഇനി കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടി അയാൾക്ക് ലഭ്യമായിട്ടുള്ള ഇൻകം, ആ ഇൻകത്തെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. ഇനി നമുക്ക് അടുത്തവിടെ നോക്കാനുള്ള ബഡ്ജറ്റ് സെറ്റാണ്. ഓൾ കൺസംഷൻ ബണ്ടിൽ ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഗിവൺ ഹിസ് ഇൻകം ആൻഡ് പ്രൈസ് ടു ഗുഡ്സ്. നമ്മൾ നേരത്തെ കൺസംഷൻ ബണ്ടിൽ പറഞ്ഞു, അതിൽ ഓരോന്നും ഓരോ ബണ്ടിലാണ്. അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഓരോ കോമ്പിനേഷനും ഓരോ ബണ്ടിലാണ്. ഈ എല്ലാ കോമ്പിനേഷനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർ അയാളുടെ ലഭ്യമായിട്ടുള്ള ഇൻകവും രണ്ട് സാധനങ്ങളുടെ വിലയും അനുസരിച്ച് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. വിവിധ അനുപാതത്തിൽ അയാൾക്ക് ഈ രണ്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഓരോ കോമ്പിനേഷനും വിളിക്കുന്ന പേര് കൺസംഷൻ ബണ്ടിൽ. എല്ലാ കോമ്പിനേഷനും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് സെറ്റ്. ഓൾ കൺസംഷൻ ബണ്ടിൽ ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന എല്ലാ കൺസംഷൻ ബണ്ടിലും എപ്പോൾ വാങ്ങാൻ കഴിയുന്നത്? ഗിവൺ ഹിസ് ഇൻകം ആൻഡ് പ്രൈസ് ടു ഗുഡ്സ്. ഇനി ഈ കൺസംഷൻ ബണ്ടിലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ ഓൾ കൺസംഷൻ ബണ്ടിൽസ് വിച്ച് കോസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹിസ് ഇൻകം. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെറ്റിൽ ഏതൊരു ബണ്ടിലും എങ്ങനെയായിരിക്കും? പരമാവധി അയാൾക്ക് വാങ്ങിയാൽ അയാളുടെ ഇൻകം തീരുന്നിടം വരെ വാങ്ങാം, അല്ലെങ്കിൽ കുറേ ഇൻകം ബാക്കി ഉണ്ടാവും. അപ്പം ഒന്നുകിൽ മാക്സിമം ഇൻകം വരെ, അല്ലെ ഇൻകത്തിന് താഴെ നിന്നുകൊണ്ടുള്ള ആയിരിക്കും അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഓരോ ബണ്ടിലിൻ്റെയും കോസ്റ്റ്. അപ്പോൾ ലഭ്യമായ ഇൻകവും രണ്ട് സാധനങ്ങളുടെ വിലയും അനുസരിച്ച് ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന എല്ലാ കൺസംഷൻ ബണ്ടിലിനെയും ചേർത്ത് പറയുന്ന പേരാണ് ബഡ്ജറ്റ് സെറ്റ്. ഈ ബഡ്ജറ്റ് സെറ്റിലെ ഓരോ ബണ്ടിലും എന്തായിരിക്കും? ഒന്നുകിൽ മാക്സിമം അയാളുടെ ഇൻകം വരെ. ഓരോ കൺസംഷൻ ബണ്ടിലിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ മാക്സിമം അയാളുടെ ഇൻകം വരെ, അല്ലെങ്കിൽ ഇൻകത്തിന് താഴെയായിരിക്കും. ഇതാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഭാഗത്തുനിന്ന് ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. സപ്പോസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എക്സാമ്പിൾ വെച്ച് നമുക്കറിയാം, കൺസ്യൂമറുടെ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് അയാൾ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അയാളുടെ ഇൻകവും രണ്ട് സാധനങ്ങളുടെ വിലയും ഉപയോഗിച്ചുകൊണ്ട് അനുസരിച്ച് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഓരോ ബണ്ടിലിനെയും ഓരോ കോമ്പിനേഷൻ വിളിക്കുന്ന പേര് കൺസംഷൻ ബണ്ടിൽ. അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ കോമ്പിനേഷനും കൂടെ ചേർത്ത് പറയുന്ന പേര് ബഡ്ജറ്റ് സെറ്റ്. ഇനി നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, സപ്പോസ് വി ഇമാജിൻ ദാറ്റ് ഓർ അസ്യൂംസ് ദാറ്റ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് എം. കൺസ്യൂമറുടെ ഇൻകം എം ആണ് എന്ന് സങ്കല്പിക്കാം. ആൻഡ് P1 ആൻഡ് P2 ആർ പ്രൈസ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2. അത് രണ്ട് സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്, ഗുഡ് 1ഉം ഗുഡ് 2. ഗുഡ് 1ൻ്റെ വിലയാണ് P1, ഗുഡ് 2ൻ്റെ വിലയാണ് P2. ഇനി അയാൾ ഗുഡ് 1 X1 ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു എന്ന് സങ്കല്പിക്കുക. X1 ക്വാണ്ടിറ്റിയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്, ഗുഡ് 1 ആണ്. X1 ക്വാണ്ടിറ്റി ഗുഡ് 1 വാങ്ങിക്കുന്നു. X1 ക്വാണ്ടിറ്റി ഗുഡ് 1 ആൻഡ് X2 ക്വാണ്ടിറ്റി ഗുഡ് 2. അപ്പം കൺസ്യൂമർ ഇൻകത്തെ നമ്മൾ ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു? എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അയാൾ വാങ്ങിക്കുന്ന രണ്ട് സാധനങ്ങളുടെ വിലയാണ് P1ഉം P2. അതായത് ഗുഡ് 1ൻ്റെ വില P1, ഗുഡ് 2ൻ്റെ വില P2. ഇനി അയാൾ വാങ്ങിക്കുന്ന ഗുഡ് 1ൻ്റെ അളവാണ് X1 ക്വാണ്ടിറ്റി. X1 അളവ് അയാൾ വാങ്ങിക്കുന്നുണ്ട്. X2 അളവ് ഗുഡ് 2ഉം വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ P1X1 പ്ലസ് P2X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. P1X1 means quantity of good 1 into price of good 1 plus P2X2 means quantity of good 2 plus price of good 2. This is either equal to M or less than M. ഒന്നുകിൽ അത് എമ്മിന് തുല്യമായിരിക്കും, ഇൻകത്തിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഇൻകത്തേക്കാൾ കുറവായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ് കണ്ടെയ്ൻ ആൾ കൺസംഷൻ ബണ്ടിൽ വിച്ച് കോസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹിസ് ഇൻകം. ഒരു കൺസ്യൂമർ അയാളുടെ ഇൻകം ഉപയോഗിച്ച് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അയാൾ വാങ്ങുന്ന ഓരോ ബണ്ടിലിൻ്റെയും കോസ്റ്റ് ഒന്നുകിൽ ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്നാണ് എന്നൊന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുമാത്രം പറയാം? ഇഫ് M is the income of the consumer, P1 and P2 are the price of good 1 and good 2. Then the inequality between P1X1 plus
P2X2 less than or equal to M is known as budget constraint. അപ്പോൾ നമ്മൾ ഈ P1X1 പ്ലസ് P2X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ഈസ് നോൺ ആസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൺസ്യൂമർ പറഞ്ഞു, അതിന് മുമ്പ് ഞാൻ കൺസംഷൻ പറഞ്ഞു, പിന്നെ യൂട്ടിലിറ്റി എന്നാലെന്ന് പറഞ്ഞു. യൂട്ടിലിറ്റിക്ക് 3 അപ്രോച്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൺസംഷൻ ബണ്ടിൽ പറഞ്ഞു, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് പറഞ്ഞു, ബഡ്ജറ്റ് സെറ്റ് പറഞ്ഞു, ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് പറഞ്ഞു. ഇനി നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളത് ബഡ്ജറ്റ് ലൈനാണ്. അത് കൺസംഷൻ ബണ്ടിൽ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ചെയ്യണം. അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റ് ലൈൻ, പിന്നെ ഓരോ ബഡ്ജറ്റ് ലൈനിലുമുള്ള കൺസംഷൻ ബണ്ടിൽ, ബഡ്ജറ്റ് ലൈനിലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. ഇത്രയുമാണ് നമുക്കിനിയും അടുത്തതായിട്ട് പറയാം.